ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ ചിക്കൻ നമ്മൾ ചെറുതായിട്ട് അതിന് മസാല വട്ടി വെച്ചിട്ടുണ്ട്. അതിന് ആവശ്യമായ നമ്മൾ വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള, തക്കാളി എന്നിവയാണ് നമ്മൾ അരിഞ്ഞേക്കുന്നത്. അതിനുശേഷം നമ്മൾ ആദ്യം മസാല വെച്ച് വറുത്ത ചിക്കൻ നമ്മളൊരു 1 മണിക്കൂറിന് റെസ്റ്റ് വെച്ചതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഷാഡോ ഫ്രൈ ചെയ്ത് വയ്ക്കുകയാണ്. ഇനി നമുക്കിതിനൊക്കെ ആവശ്യമായ മസാലകൾ നമുക്ക് ചെറിയൊരു ബൗളിലേക്ക് മാറ്റാം. ആദ്യമായി നമ്മൾ ഒരു ബൗളെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു 4 ടീസ്പൂൺ മുളക് പൊടി, അടുത്തതിന് ശേഷം നമ്മളൊരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മളിട്ടത്. അതിലേക്ക് ആവശ്യമായി ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല നമ്മളൊരു 4 ടീസ്പൂൺ മുളക് ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ എടുത്തേക്കുന്ന മുളക് പൊടി കാശ്മീരി ചില്ലിയാണ്. എരിവ് കുറച്ചേ നമുക്ക് അതിനകത്ത് കിട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മൾ മല്ലിപ്പൊടി ആഡ് ചെയ്യണം. മല്ലിപ്പൊടി നമ്മൾ ഒരു 4 ടീസ്പൂണാണ്, അത് ടേബിൾ സ്പൂണാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മൾ കുരുമുളക് പൊടി ഒരു 4 ടീസ്പൂൺ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ആദ്യം മസാല വരട്ടി വെച്ച ചിക്കൻ നമ്മൾ ചെറുതായിട്ട് ഷാഡോ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മൾ ചിക്കൻ വറുത്ത എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ഇതിനുള്ള മസാല നമ്മൾ റെഡിയാക്കുന്നത്. ആദ്യമായി നമ്മൾ പാൻ വെച്ചതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് കടുക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ കടുകാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ആ കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് പെരിഞ്ചീരകം നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മളിതിലേക്ക് പെരിഞ്ചീരകം ആഡ് ചെയ്തു. ഇനി അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് കറിവേപ്പിലയാണ്. നമ്മൾ കുറച്ച് കറിവേപ്പില നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. കറിവേപ്പിലയും നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തതായി നമ്മൾ ഇതിനകത്തേക്ക് സവോള ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ സവോള നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. സവോള ആഡ് ചെയ്തതിന് അതിൻ്റെ കൂടുതൽ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ സവോള പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടും. സവോള ഏകദേശം നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഒത്തിരി വഴണ്ടില്ല. നമ്മൾ അതിന് മുമ്പ് നമ്മൾ കുറച്ച് ഇഞ്ചി, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക് ഇവ ഇട്ടതിന് ശേഷം നന്നായിട്ട് നമുക്ക് എണ്ണയിൽ ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച് തക്കാളി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. തക്കാളി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് തക്കാളി ശരിക്കും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ കുറച്ച് കശുവണ്ടി നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതിൻ്റെ കുറച്ച് പേസ്റ്റ് അരയ്ക്കാം. ഇത് കശുവണ്ടി നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ കറിക്ക് നല്ല കൊഴുപ്പും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതൊന്ന് ശരിക്കും നന്നായിട്ട് ഇളകി വന്നതിന് ശേഷം ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കും. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല എന്നിവ ചേർക്കും. നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ആ പാൻ ചെറുതായതുകൊണ്ട് നമ്മൾ കുറച്ച് വലിയൊരു പാനിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ നന്നായി ഇളക്കി ഇതൊന്ന് കുറുകി ചെറുതായിട്ടൊന്ന് ചൂടായി, അല്ലെങ്കിൽ നന്നായിട്ട് കുറുകിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഈ ഗ്രേവി തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് നേരത്തേന് നമ്മളിതിങ്ങനെ വെക്കണം. നമ്മളിപ്പോൾ ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഈ ഗ്രേവി ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ ആദ്യം ഗരം മസാല നമ്മളിട്ടില്ല. നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാല നമ്മൾ കുറച്ചിനകത്തേക്ക് ആഡ് ചെയ്തായിരുന്നു. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചു. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ബ്രെഡിൻ്റെ കൂട്ടത്തിലോ നമ്മൾ ചോറിൻ്റെ കൂട്ടത്തിൽ കപ്പയുടെ കൂട്ടത്തിലേക്ക് കഴിച്ച് നോക്കാം. നമ്മൾ ഏതായാലും നമ്മളൊരു പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. ഇത് നമ്മൾ കുറച്ച് ഗ്രേവി 2 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാനായിട്ട്.
എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട്